എന്താ കത്തിച്ചാണ്ട് പടർന്ന് വെള്ളം പറന്നിട്ടും ഇതില് തീയാണ്. ഉമ്മാ അത്ര പെട്ടെന്ന് സിനിമകളിലൊക്കെ കഴിഞ്ഞ് വന്നാ എന്താ പോന്ന്? ഒന്നുമില്ലേ? എന്താ എന്റെ കണ്ണും പുറക്കെ അങ്ങനെ ചോന്നിക്കണ്? എന്താ ഉണ്ടായി? അതെ, ഓളമ്മ TV ഒക്കെ ഓഫ് ആക്കിച്ച് ഞാൻ ചെന്നപ്പോ. പിന്നെ ഓളോട് പറയണ വൃത്തിയും വെറുപ്പും ആൾക്കാരെന്തിനാണ് അവത്ത് കയറ്റിയിരിക്കണ്, ഇട്ടെടുക്കാൻ പോലും ഒരു ഡ്രസ്സും കൂടി ഇല്ലാത്ത ആൾക്കാരാണ്. ഈ ആൾക്കാരൊന്നും പെരന്റെ ഉള്ളിൽ കയറ്റരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞല്ലേ എന്നിട്ട് ഓള് കൊറേ ചീത്തറിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുന്ന അവിടുന്ന്. ഇമ്മ എന്നോട് പറഞ്ഞില്ലേ ഇജ്ജ് എന്തിനാണ് പോയത്? ഞാൻ എന്നോട് പറഞ്ഞിക്കണ ആദ്യം തന്നെ ഓൽക്കാവൊന്നും ഇഷ്ടല്ലാന്ന്. ഓലൊക്കെ നല്ല പൈസ ഉള്ള ആൾക്കാരല്ലേ. നമ്മക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇട്ടെടുക്കാൻ അടക്കം ഒരു തുണിയും കുപ്പായും ഇല്ലാത്ത ആൾക്കാരാ നമ്മള്. എന്റെ കുട്ടിയാണ് പോണ്ടിണ്ടായിരുന്നില്ല. ഞാൻ പാടും എന്നോട് പറഞ്ഞിക്കണ് പോവണ്ടെന്നുള്ളത്. ഇജ്ജ് കേക്കാതെ പോയതല്ലേ. ഓള് വിളിച്ചപ്പോ അങ്ങനെ പോയതാണ് ഉമ്മ. ഇപ്പൊ എന്തോ പോലായി. ഉമ്മ പറഞ്ഞ് കേക്കാതെ പോയതുകൊണ്ട് ഇക്കാരം. ഇനി എന്തായാലും ഉമ്മാക്കൊരു കുറി കിട്ടാണ്ട്. അപ്പൊ നമുക്കൊരു TV നമുക്ക് വാങ്ങാം. അതുകൊണ്ട് പിന്നെ അനക്ക് ഓർക്ക് പോവൊന്നും വേണ്ടല്ലോ. ഇപ്പൊ ക്ലാസ് ചെയ്യാനാവും തുടങ്ങിയല്ലോ. ഇജ്ജ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും വേണ്ട. ഉമ്മ ഒരു TV വാങ്ങിത്തരാം. അപ്പൊ TVക്ക് ഇത്ര വലിയ പൈസ ഒന്നും വേണ്ട. ഇപ്പൊ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ അമ്മ? അന്റെ ഇപ്പ ഉണ്ടായിരുന്ന അന്ന് ഇമ്മ ഇങ്ങനെ കിടന്ന് അനുഭവിച്ചിരുന്നു. അന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടായിരുന്നില്ല. വാടകക്കാണ് നമ്മൾ നിന്നിരുന്നത്. പിന്നെ ഞാൻ നയിച്ചിട്ടാണ് ഈ ഒരു പെരെങ്കി ഈ പെര ഉണ്ടായത്. അന്റെ ഉപ്പാനെ കൊണ്ടൊന്നും യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. കള്ളും കഞ്ചാവും വലിച്ചെങ്ങാണ്ട് വേഗമാണ് മരിച്ചുപോയി. അത്ര തന്നെ. ഞാൻ ആലോചിക്കുമ്പോ വേഗം മരിച്ചതന്നെ നന്നായുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെര ഉണ്ടാവൂല എന്റെ കുട്ടിക്കൊന്ന് കെടുക്കാന്. മാട്ടിക്ക് അറിയണ്ട. ഞാൻ പൊയ്ക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാണ്ട് പോവുകയും ചെയ്യരുതിട്ടാ. ഓള് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പെരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വർത്താനം പറ, അല്ലെങ്കിൽ പുറത്തിരുന്ന് വർത്താനം പറയൊക്കെ ചെയ്തോളുണ്ട്. അതിനുള്ളിൽ ഇനി കയറണ്ട. പാവാണ് എന്റെ കുട്ടി. അതിന് നല്ല സങ്കടമായിട്ടുണ്ടാവും മൂത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോ. പെണ്ണ് പറഞ്ഞതിൽ ഇപ്പൊ കാര്യമുണ്ട്.